അടിപൊളിയായിരുന്നു. ക്യാമറ വാസ് ലൈക്ക് റിയലി സൂപ്പർ. ഒരു നല്ല സ്കെയിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. റിയലി ഓസം. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ഓൾസോ ടു മഹേഷ് നാരായണൻ്റെ സ്ക്രിപ്റ്റും ഡയറക്ഷനൊക്കെ അടിപൊളിയായിരുന്നു. ആൻഡ് ആക്ടിങ് ഓഫ് കോഴ്സ് പറയേണ്ട ആവശ്യം. സൂപ്പറായിരുന്നു. വീഡിയോഗ്രാഫി സ്പെഷ്യലായിട്ട് പറയണം. വീഡിയോഗ്രാഫി സൂപ്പറായിരുന്നു. കൊള്ളായിരുന്നു. ഓവറോൾ സൂപ്പർ സൂപ്പർ. പടത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ എന്താ പറയുക, ഒരു ബിലോ ആവറേജ് ഞാൻ എന്തെങ്കിലും കൊടുക്കുന്നുണ്ട്. എനിക്ക് അത്ര വലിയതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും അഭിനയമൊക്കെ ഉള്ളായിരുന്നു, ബോണ്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു നല്ലതായിട്ട്. അങ്ങനെ പറയുവാണെങ്കിൽ നമ്മളിപ്പോൾ 2020 ആ ഒരു ഇത് വെച്ചാണ് ഞാൻ മെയിനായിട്ട് എക്സ്പെക്ട് ചെയ്ത് പോയത്. എന്നാൽ ആ ഒരു ബോണ്ടിങ് എന്തായാലും കിട്ടിയില്ല. നല്ല ബോണ്ടിങ് അഭിനയമൊക്കെ ആയിരുന്നു. എന്നാലും എനിക്ക് അത്ര പോലെ എക്സ്പെക്ട് ചെയ്ത് കിട്ടിയില്ല. അതുകൊണ്ട് ഞാനൊരു ബിലോ ആവറേജ് കൊടുക്കുന്നു. പടം ഇഷ്ടപ്പെട്ടു. ഒരു എന്താ പറയുന്നത്, ഒരു ഹോളിവുഡ് പടം ഒക്കെ കാണുന്ന പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മമ്മൂട്ടി മോഹൻലാൽ അവരെ അല്ല മെയിനായിട്ട് നിൽക്കുന്നത്. ഒരു കോണ്ടന്റ് ഡ്രിവൺ ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്ക് ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടുകൊണ്ടിരിക്കാം. ക്യാരക്ടേഴ്സ് ആയിരുന്നു, ലൈക്ക് സ്റ്റാർസ് ആണെന്നൊരു ഫീൽ നമുക്ക് തോന്നില്ല അങ്ങനെ. ബട്ട് സീയിങ് ദം ഇറ്റ് വാസ് ഗുഡ്. കാണാനായിട്ട് അടിപൊളിയായിരുന്നു. എല്ലാം ഫാസിൽ, കുഞ്ചാക്കോ, എവരിവൺ വാസ് നൈസ്. യെസ്, അങ്ങനെ എല്ലാം കൊള്ളാം. ലൈക്ക് നല്ല ഡയറക്ഷനാണ്, എല്ലാം കൊള്ളാം. എവരിതിങ് വാസ് നൈസ്. ലാലേട്ടൻ ഫാസിന്റെ പടമല്ല, കണ്ടന്റ് ആണ് ഡ്രൈവ് ചെയ്യുന്നത്. നമ്മൾ സൂപ്പർ സിനിമ, നല്ല മമ്മൂട്ടി അടിപൊളി. ഒത്തിരി എൻജോയ് ചെയ്തു. ഐ റിയലി എൻജോയ്. അത് ഇറ്റ്സ് എ കംപ്ലീറ്റ് ആക്ഷൻ ഫിലിം. ഇറ്റ് വാസ് റിയലി ഗുഡ്. പക്ഷേ ഇത്രയും ഹൈപ്പിലില്ല, പക്ഷേ എന്തായാലും കൊള്ളാം. നല്ല പടം, എല്ലാവരും കണ്ടോണ്ടിരിക്കാം. ആൻഡ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ലൈക്ക് ഫഹദും എല്ലാവരെയും നല്ല പടം. കൊള്ളാം. സൂപ്പർ. മോഹൻലാലിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. മോഹൻ്റെ കൊച്ചാണ് ഇപ്പോൾ പോയത്. മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഇപ്പോൾ മോഹൻലാൽ മരിച്ചപ്പോൾ കൊച്ചു കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങി വന്നത്. മോഹൻലാലിനെ കാണുന്നില്ല എന്ന്. ഇവിടെ ഒരു മാതൃഭൂമി ഫെസ്റ്റ് ഉണ്ടായിരുന്നു. മോഹൻലാൽ വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പോയിരുന്നു. ലാസ്റ്റ് കുഞ്ഞിലാലേട്ടൻ വേണോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങി പോകുന്നത്. പറയുമെങ്കിൽ മോഹൻലാൽ. ഞാൻ പാലക്കാട് ജില്ലയിലാണ്. ഞാൻ കുഞ്ഞിലെ ഈ പ്രായത്തിലെ ഞാൻ മോഹൻലാലിനെയും മമ്മൂട്ടിയെ കണ്ടു വളർന്ന ഒരാളാണ്. ഞങ്ങളുടെ നാട്ടിലാണ് വിഷ്ണുലോകം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത്. ഇങ്ങനെ തന്നെ പറയാം, ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് കടലടക്കം വാങ്ങിച്ച് തിന്ന വ്യക്തിയാണ് ഞങ്ങൾ. വിഷ്ണുലോകം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മൃഗയ ഒക്കെ അങ്ങനെ ഷൂട്ടിംഗ് കണ്ടുകൊണ്ടായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം മോഹൻലാലിനെ. കുഞ്ചാക്കോ പോലും അതുപോലെ ഇഷ്ടമാണ്. ലാലേട്ടൻ പടം അടിപൊളിയായിട്ട്. അയ്യോ അതെ ലാലേട്ടൻ്റെ ഫാനാണ്. ലാലേട്ടൻ അല്ലുകുട്ടി ലാലേട്ടൻ്റെ ഫാനല്ലേ, പറഞ്ഞു. നല്ല കൊമ്പായിരുന്നു.